കുഞ്ഞിനെ മാമോദീസായ്ക്ക് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയാണ്, വീട്ടിൽ വെച്ച് നടത്തുന്ന പ്രാർത്ഥനയാണ്. ശിശുവിനെ മാമോദീസായ്ക്ക് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായി കുടുംബാംഗങ്ങളും ബന്ധുക്കളും പ്രാർത്ഥനാമുറിയിൽ സമ്മേളിക്കുന്നു. തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് മുമ്പിൽ നിലവിളക്ക് കത്തിച്ചിരിക്കുന്നു. ശിശുവിൻ്റെ തൻ്റെ അമ്മയുടെ കരങ്ങളിലായിരിക്കുന്നതാണ് ഉത്തമം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എല്ലാവരും ഒരുമിച്ച് അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുരത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മേൽ ഞങ്ങളെ രക്ഷിക്കണമേ. തുടർന്ന് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ. രക്ഷയുടെ ഉദാശിയായ മാമോദീസ സ്ഥാപിച്ചുകൊണ്ട് പാപത്തിൻ്റെ അടിമത്വത്തിൽ ഞങ്ങളെ മോചിപ്പിക്കുകയും പ്രസാദവരം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന രക്ഷകനായ മിശിഹായ വർണ്ണനീയമായ അങ്ങയുടെ ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ മൗലിക ശരീരത്തിൽ അംഗമായി തീരുവാൻ പോകുന്ന ഈ ശിശുവിനെ കരുണാപൂർവം കടാക്ഷിക്കണമേ. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളിൽ ഈ ശിശുവിനെ വളർത്തണമേ. പ്രായത്തോടൊപ്പം ജ്ഞാനത്തിലും വിശുദ്ധിയിലും അഭിവൃദ്ധിപ്പെടുവാൻ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിലും നീ ശിശുവിനെ സംരക്ഷിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. നിങ്ങൾക്ക് സമാധാനം, അങ്ങേക്ക് സമാധാനം. വിശുദ്ധ ലൂക്ക അറിയിച്ച വൈശംശിയുടെ സുവിശേഷം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 21 മുതൽ 24 വരെ വാക്യങ്ങൾ. ഉണ്ണിയുടെ പരിച്ഛേദനത്തിനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവിടുത്തെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ദൈവദൂതൻ നിർദ്ദേശിച്ചിരുന്ന ഈശോ എന്ന പേര് അവിടത്തേക്ക് നൽകപ്പെട്ടു. മോശയുടെ നിയമമനുസരിച്ച് മറിയത്തിൻ്റെ ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ തികഞ്ഞപ്പോൾ കർത്താവിന് സമർപ്പിക്കുവാനായി കുഞ്ഞിനെ അവർ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂലായ ഓരോ ആൺകുട്ടിയെയും കർത്താവിന് വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്ന നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ 2 ചങ്ങാരികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കേണ്ടി വരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മാമോദീസ പ്രദാനം ചെയ്യുന്ന പ്രസാദത്തിൽ ശിശുവിനെ എന്നും സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ശിശുവിനെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പായി സംപ്രീതിയിൽ വളരുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ശിശുവിൻ്റെ മാതാപിതാക്കന്മാരെയും സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ശിശുവിന് ജ്ഞാനസ്നാനം നൽകുന്ന വൈദികരും ശുശ്രൂഷികളും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ശിശുക്കളുടെ സ്നേഹിതനായ മിശിഹായി ശിശുവായി പിറന്ന അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ ഈ ഓമന കുഞ്ഞിനെ സഭയുടെ ഉത്തമ സന്താനവും സ്വർഗത്തിന് അവകാശിയുമാക്കണമേ. ഈ ശിശുവിന് നൽകുവാൻ പോകുന്ന പേര് എല്ലാ നന്മകളും ഈ ശിശുവിൽ നിരന്തരം വിളങ്ങി പ്രകാശിക്കട്ടെ. ഈ ശിശുവിൻ്റെ നാമകാരണനായ വിശുദ്ധൻ്റെ മാതൃകയനുസരിച്ച് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ ശിശുവിനെ സഹായിക്കണമേ. കാവൽ മാലാഖയുടെ നിരന്തരമായ സംരക്ഷണം ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഈ ശിശുവിനെ ലഭിക്കുമാറാകണമേ. ഈ കുഞ്ഞിൻ്റെ ജനനത്തിലും വളർച്ചയിലും താല്പര്യവും സന്തോഷവും എല്ലാവർക്കും, വിശിഷ്യായ കുടുംബത്തിനും ഈ ശിശു എന്നും അഭിമാനസ്തംഭമായിരിക്കുകയും ചെയ്യട്ടെ. ഈ സകലത്തിൻ്റെ നാഥ എന്നേക്കും. ആമേൻ. ഇത്രയുമാണ് പിന്നെ ഈ ശിശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള. കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നൽകുന്ന പ്രബോധനങ്ങളെ
അനേകം പേർക്ക് ആശ്വാസവും സമാധാനവും നൽകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.